ഞാനും ഒരു കലാകാരനാണ് എന്ന പേഴ്സണൽ ഇന്റർവ്യൂ ഡെസ്കിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കലയും കലയുടെ മൂല്യവും ഒരു കലാകാരൻ്റെ മികവും ഈ വിഷയത്തെക്കുറിച്ച് പല പ്രഗത്ഭരായ കലാകാരന്മാർ ഈ വേദിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇന്നിവിടെ എത്തിയിരിക്കുന്നത് രേണുക ഗിരിജൻ. പതിറ്റാണ്ടുകളോളം സംഗീത ലോകത്ത് നിലനിന്നു വരുന്നതും സംഗീത നാടക അക്കാദമിയുടെ കർണാട്ടിക് മ്യൂസിക് അവാർഡ് വിന്നറും കൂടാതെ പ്രൊഫഷണൽ നാടക പിന്നണി ഗായിക അവാർഡും മറ്റു അനവധി അവാർഡുകളും സമ്പാദിച്ച ഒരു വ്യക്തിയാണ്. സ്വന്തമായ ട്രൂപ്പും നിലനിർത്തിക്കൊണ്ടു പോന്നിരുന്ന വ്യക്തിയാണ്. ശ്രീമതി രേണുക ഗിരിജനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രേണുക ഗിരിജൻ്റെ സംഗീത ലോകത്തുണ്ടായ അനുഭവങ്ങൾ നിങ്ങളോട് വിശദീകരിക്കുവാൻ വേണ്ടി. സംഗീത ലോകത്തേക്ക് വരുവാനുണ്ടായ സാഹചര്യം, ഇതെങ്ങനെയാണ് അത് പഠിച്ചെടുത്ത് അതൊരു പ്രൊഫഷണലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയത്? അതായത് എൻ്റെ അച്ഛനും അമ്മയിലും, അച്ഛൻ കലാകാരനല്ല, കലാ ആസ്വാദകനാണ്. അപ്പോൾ എൻ്റെ അമ്മ നല്ലൊരു ആർട്ടിസ്റ്റാണ്, ചേർത്തല സുമതി, എല്ലാവർക്കും അറിയാം. അമ്മ പാട്ട് പാടിയാണ് പണ്ട് അഭിനയിക്കുന്നത്. പണ്ട് അഭിനയിക്കുന്നവർ പാടിക്കൊണ്ട് വേണം സ്റ്റേജിൽ വരാൻ. പിന്നെ അമ്മ കഥാപ്രാസംഗികയാണ്, അഭിനേത്രിയാണ്, സംഗീതജ്ഞയാണ്. അമ്മയുടെ അച്ഛൻ പറയുമ്പോൾ അതും പറയണം, അമ്മയുടെ അച്ഛൻ ആലപ്പുഴ ലംബോദരൻ ഭാഗവതൻ. അപ്പോൾ ആ ഒരു ഇത് അമ്മ ഓരോ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ അമ്മ പാടിയ പാട്ടുകൾ അമ്മ ഇരുന്ന് പാടും. അപ്പം ഞാനിതിങ്ങനെ സൂത്രത്തിൽ കേട്ട് ഞാൻ ഈ പാട്ട് പഠിച്ചിട്ട് അമ്മ അടുത്ത പ്രോഗ്രാമിന് പോയി കഴിയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഉറക്കെ പാടുന്നത് കേട്ടിട്ട് അച്ഛൻ പറഞ്ഞു അവളെ പാട്ട് പഠിപ്പിക്കണം, ഉടനെ തന്നെ പാട്ട് പഠിപ്പിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, പെൺപിള്ളേരല്ലേ, വേണ്ട, അവൾ പഠിച്ച് ഇല്ല രേണുയെ പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനാണ് എന്നെ ശരിക്കും ഒരു 3-4 വയസ്സായപ്പോൾ തന്നെ പാട്ട് പഠിപ്പിക്കാൻ ഇരുത്തി. അത് കഴിഞ്ഞ് 5 വയസ്സ് മുതൽ അന്ന് ഞാൻ ദാസേട്ടൻ പാടിയ പാട്ട് മാത്രമേ പാടത്തുള്ളൂ. അപ്പോൾ ദേവി ശ്രീദേവി അങ്ങനത്തെ പാട്ട് പാടിയാൽ ഞാൻ സ്റ്റേജിലോട്ട് വരുന്നത്. അന്ന് ഒരുവിധം ബേബി രേണുക മുണ്ടക്കയം എന്ന് പറഞ്ഞ ഗാനമേളയുണ്ട്. അമ്മയുടെ കഥാപ്രസംഗം ഉള്ളിടത്തെല്ലാം എൻ്റെ ഗാനമേള ഉണ്ടാവും. അപ്പോൾ ദാസേട്ടൻ്റെ പാട്ട് മാത്രമേ ഞാനന്ന് പാടുള്ളൂ. ഫീമെയിൽ സോങ്സ് ഞാൻ പാടത്തേ ഇല്ലായിരുന്നു. പിന്നെയാണ് ഞാൻ സുശീലാമ്മയുടെ പാട്ട്, ജാനകിയമ്മയുടെ പാട്ടൊക്കെ കേട്ട് തുടങ്ങി. അപ്പോൾ അന്ന് മുതൽ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ സംഗീതമാണ് എനിക്ക് കിട്ടിയത്. അന്ന് അച്ഛനൊരു തീർച്ചയുണ്ടായിരുന്നു, ഞാൻ മ്യൂസിക് ലെവലിലേ പോകുള്ളൂ. അതിനുവേണ്ടി അച്ഛൻ്റെ പ്രയത്നമാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം അച്ഛൻ്റെ നിർബന്ധമാണ് വെളുപ്പിനെ 4:30 മണിക്ക് എഴുന്നേറ്റോണം പ്രാക്ടീസ്, അത് 6:30 വരെ പാടിക്കോണം. അപ്പോൾ ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്, പക്ഷെ അതൊന്നും അച്ഛന് വിഷയമല്ല. അച്ഛൻ പറയണത് പാട്ടിനാണെങ്കിൽ അതിന് കുറച്ച് പണിയുണ്ട്, അത് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അടി കൊണ്ടൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അച്ഛനിങ്ങനെ പരീക്ഷിക്കും, 2-3 ദിവസമൊക്കെ എന്നെ വിളിക്കും. അടുത്ത ദിവസം ഞാൻ വിളിക്കാതെ എഴുന്നേറ്റില്ലെങ്കിൽ അടി വീഴും. അപ്പോൾ എന്തോ അടി വീണെന്നുള്ള ഒരു ഇത് ഓർമ്മ വരുമ്പോൾ ചാടി എഴുന്നേക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അച്ഛൻ്റെ ഒരു എന്താ പറയുക പ്രോത്സാഹനമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം. പിന്നെ അത് എനിക്ക് തന്നത് എൻ്റെ അമ്മയാണ്. നമ്മളൊരു സംഗീതത്തിൽ ഒഴുകിയിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു റിലാക്സേഷൻ അത് ഒരിക്കലും ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ഗൗരവപൂർവ്വം ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഒരു പാട്ട് കേട്ടാൽ നമുക്ക് ആ മാനസിക സംഘർഷം ഒഴിവാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വസ്തുത ഞാൻ പറയുന്നത് ശരിയല്ലേ? തീർച്ചയായിട്ടും. സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴും ഇപ്പം എല്ലാവരും ചിലർ നമ്മളെയൊക്കെ ഇപ്പം ഞങ്ങളൊക്കെ പാടിയിരുന്ന കാലഘട്ടത്തിലുള്ള ഗായികമാരെ പറയുന്നത് പണ്ട് പാടിയിരുന്ന അല്ല പണ്ടത്തെ ഗായിക എന്നൊക്കെയാണ് പറയാറ്. സത്യത്തിൽ പാട്ടിന് അങ്ങനെ ഒരു അവസ്ഥയില്ലല്ലോ. പണ്ടത്തെ ഗായിക ഇപ്പോഴത്തെ ഗായിക എന്നുള്ളൊരവസ്ഥയൊന്നുമില്ല. പക്ഷേ എൻ്റെയൊക്കെ ഞങ്ങൾ ഗാനമേളകൾക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ പാടിക്കൊണ്ടിരുന്ന അത്രയും ഗായികമാരെ പറയുന്നത് പണ്ട് പാടിയിരുന്ന അല്ലെ പണ്ടത്തെ ഗായിക. സത്യത്തിൽ ആ പണ്ടത്തെ ഗായിക എന്നൊരു വാക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവം.
പാട്ടിന് സംഗീതത്തിന് പ്രായമില്ല എന്നല്ലേ പറയണേ. സംഗീതത്തിനല്ല, ഒരു കലയ്ക്കും നമ്മൾക്ക് മനസ്സുണ്ടെങ്കിൽ അതിന് പ്രായമേ ഇല്ല. ഇപ്പം എത്രയോ പേര് 10ഉം 70ഉം വയസ്സായവർ മോഹിനിയാട്ടം പഠിക്കുന്നു, കഥകളി പഠിക്കുന്നു. ഉദാഹരണം ഈയിടെ തന്നെ മഞ്ജു വാര്യരുടെ അമ്മ. അപ്പം അത് കലയോടുള്ള ആ അമിതമായിട്ടുള്ള ആവേശമാണത്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ചിലപ്പം ആ സംഗീതം പഠിച്ചുകൊണ്ട്, ഇപ്പം ആദ്യം പറഞ്ഞല്ലോ സംഗീതത്തിന് പ്രായമില്ല, അല്ല നമ്മൾക്ക് അങ്ങനെ തോന്നില്ല എന്ന് പറയുന്നത്. ഞാനിപ്പോഴും സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ഫുൾ ടൈം ഞാൻ അതിൽ തന്നെയാണ്. ഇപ്പം ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്, കർണാട്ടിക് മ്യൂസിക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് രേണുക അഗ്രജൻ്റെ ഒരു ഗാനം ആസ്വദിക്കാം. അതിനുശേഷം മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ായി എത്രാമത്തെ വയസ്സിലാണ് ഒരു വേദിയിൽ ഒരു പാട്ട് പാടുന്നത്? ഞാൻ 5 വയസ്സ് മുതൽ പാടി തുടങ്ങി. അന്ന് മുതലേ പിന്നെ ആ യാത്ര ഞാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണലായിട്ട് ഒരു ഗായികയായി ഏത് വേദിയിലാണ് പാടിയത്? പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 72-ൽ ഒരു സംഗീതനാട അക്കാദമിയുടെ ഒരു കോമ്പറ്റീഷന് പോയി. അന്ന് എനിക്കതിന് ഗോൾഡ് മെഡൽ കിട്ടി 72-ൽ. അതിനുശേഷം പിന്നെ മ്യൂസിക് കോളേജിൽ പഠിക്കാനൊക്കെ പോയി. RLV ആദ്യം ട്രിവാൻഡ്രത്താണ് പഠിച്ചത്, പിന്നെ ഞാൻ RLVയിൽ വന്നു. അതെല്ലാം പഠിത്തം കഴിഞ്ഞപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് ശേഷമാണ് ഞാൻ എറണാകുളത്ത് വരുന്നത്. അതിനു മുമ്പ് ഞാൻ ചെറുതായിരിക്കുമ്പോൾ കലാഭവൻ്റെ ഒരു കോമ്പറ്റീഷൻ, മുണ്ടക്കയം കലാഭവൻ്റെ ഒരു കോമ്പറ്റീഷന് ഞാൻ വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ ഈ ലളിതഗാനം എന്ന് പറഞ്ഞ് പറഞ്ഞ സിനിമാ പാട്ടാണ്. അപ്പം അന്ന് ഞാൻ പാടിയത് കാറ്റും പോയി മഴക്കാറും പോയി എന്നുള്ളൊരു പാട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് സംഗീതനാട അക്കാദമിയുടെ അവാർഡ് കിട്ടുന്നത് ഒരു തമിഴ് പാട്ടിനാണ്. സുശീലാമ്മ പാടിയ ഉന്നെ കാണാതെ കണ്ണും കണ്ണല്ലേ, അതിനാണ് ഗോൾഡ് മെഡൽ കിട്ടുന്നത്. പ്രൊഫഷണലായിട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് ശേഷമാണ്. അതിനു മുമ്പ് നമ്മളൊക്കെ അന്നൊക്കെ പാട്ട് പാടും. അല്ല, ഒരു കുട്ടിയുണ്ട്, രേണുകയുണ്ട് മുണ്ടക്കയത്ത്, അങ്ങനെ നമ്മൾ പാടും. മ്യൂസിക് കോളേജിൽ ട്രിവാൻഡ്രത്ത് ഞാൻ പഠിക്കാൻ ചെന്ന സമയം എന്ന് വെച്ചാൽ ഈ ഗോൾഡ് മെഡൽ കിട്ടിയ പുറകെയാണ് ഞാൻ പാടാൻ ചെന്നത്. അന്ന് പ്രൊഫഷണലായിട്ട് അവിടെ ഒരു വർക്കല ശാരദാ കലാസമിതി ഉണ്ട്.
അവരെന്നെ പാടാൻ വിളിക്കുകയും അപ്പോൾ അതവിടെ അടുത്തല്ലേ, ഞങ്ങൾ കൊച്ചിനെ കൊണ്ട് വിട്ടോളാം. ഞാനും ചെറിയ കുട്ടിയാണ്. അങ്ങനെ അച്ഛനോട് വന്ന് അനുവാദമൊക്കെ ചോദിച്ച് ഞാൻ പ്രൊഫഷണലായിട്ട് അന്ന് 72-ലാണ് പാടി തുടങ്ങിയത്. അതിനുശേഷം പിന്നെ ഞാൻ RLV മ്യൂസിക് കോളേജിൽ, കാരണം ഞങ്ങൾക്ക് ദൂരം കുറച്ച് ട്രിവാൻഡ്രം കൂടുതലായപ്പം തൃപ്പൂണിത്തുറ വന്നു. തൃപ്പൂണിത്തുറയിലെ പഠിത്തം കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണം. മിസ്റ്റർ ഗിരിജൻ, പുള്ളിയുടെ സ്ഥലം തൃപ്പൂണിത്തുറയാണ്. അങ്ങനെ ശരിക്കും പിന്നെ ഒരു 3 വർഷമാണ് ഞാൻ ഫീൽഡിലില്ലാതെ നിന്നത്. അതിനുശേഷം വീണ്ടും തിരിച്ച് ഞങ്ങൾ എളമക്കര, എറണാകുളത്ത് എളമക്കര താമസത്തിന് വന്നു. അങ്ങനെ പുന്നിക്കൽ ദേവീക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട്, അതായത് ആ സമയം എന്ന് പറയുന്നത് ജെറി മാഷിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞു പോകും, ആ പാട്ടൊക്കെ ഇറങ്ങിയ സമയം. ആ സമയത്ത് പുന്നിക്കൽ ഒരു ഗാനമേള ഞാൻ ചെയ്യുകയും, അപ്പോൾ ചേട്ടൻ ഹസ്ബൻഡിനൊരാഗ്രഹം ഉണ്ടായിരുന്നു, പാട്ടുകാരിയാണല്ലോ, അപ്പോൾ ഇവിടെ എല്ലാവരും അറിയണമെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്താലല്ലേ അറിയുള്ളൂ. അങ്ങനെയാണ് പുന്നിക്കൽ ദേവീക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാം ചെയ്തു. ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എറണാകുളത്തെ കുറേ ട്രൂപ്പ് നമ്മളെ പാടാൻ വിളിക്കുകയും, പിന്നെ CSC അങ്ങനെ കുറേ ട്രൂപ്പുകളിൽ പാടിയെങ്കിലും ഞാൻ കൊച്ചിൻ കോറസിലാണ് അധികകാലം പാടിക്കൊണ്ടിരുന്നത്. അവിടുന്ന് പിന്നെ അവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ നാടകങ്ങൾക്ക് പാടുകയും ഒരുപാട് വർക്കുകൾ, രഞ്ജിനി കാസറ്റ്, നിസരി, ഇവർക്കൊക്കെ വേണ്ടി ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രൊഫഷണൽ ഗായിക എന്നുള്ളൊരിതിലേക്ക് വന്നത്. ഈ സംഗീത നാടക അക്കാദമിയുടെ കർണാട്ടിക് മ്യൂസിക്കിലെ ഒരു അവാർഡും കൂടാതെ നാടക പ്രൊഫഷണൽ പിന്നണി ഗായിക അവാർഡും ലഭിച്ചു. അതിൻ്റെ പിന്നിൽ എന്താണ്? അത് പ്രൊഫഷണൽ ഡ്രാമയ്ക്ക് കിട്ടിയത്, ആദ്യം കിട്ടുന്നത് 72-ൽ ലൈറ്റ് മ്യൂസിക്കിനാണ് ഗോൾഡ് മെഡൽ കിട്ടുന്നത്. അതിനുശേഷം കല്യാണത്തിന് ശേഷമാണ് ഈ എറണാകുളത്ത് വന്ന് സെറ്റിൽഡായി പ്രോഗ്രാംസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാടകങ്ങൾക്ക് വേണ്ടി പാടുന്നത്. അപ്പോൾ ആ നാടകങ്ങൾക്ക് ആദ്യം കുറേ ഒരു സീസണിൽ ഞാൻ എങ്ങനെയായാലും ഒരു 10-15 നാടകങ്ങൾക്ക് പാടും. അന്നൊന്നും ഗായകനും ഗായികയ്ക്കും അവാർഡുകളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് 91-ലാണ് ഗായകനും ഗായികയ്ക്കും അവാർഡ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. അതിൽ ആദ്യത്തെ അവാർഡ് എനിക്ക് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി 91-ൽ കൊച്ചിൻ സംഗമിത്രയുടെ ആയുധപ്പന്ത് എന്ന നാടകത്തിൽ. രണ്ടാമത് 93-ൽ. അതിനു മുമ്പ് കൊച്ചിൻ സംഗമിത്രയുടെ അവാർഡിൽ പാടിയ പാട്ട് ഓർമ്മയുണ്ട്. പിന്നെ അതൊരു ഫോക്ക് സോങ് ആണ്, ഭയങ്കര ഒരു ഹൈ പിച്ചിൽ പാടുന്ന ഒരു ഭയങ്കര പാട്ടാണ്. ആ പാട്ട് നല്ല പാട്ടായിരുന്നു. ആ പാട്ടിൽ അഭിനയിച്ചത് എൻ്റെ അനിയത്തിയാണ്, സീമാജി നായർ. അപ്പോൾ ആ പാട്ട് ഒരു ഫോക്ക് സോങ് ആയിരുന്നു. അപ്പം അങ്ങനെ നല്ലൊരു പാട്ടാണ്, തേൻ വേണമെന്നുള്ളൊരു പാട്ട്. അത് പാടാൻ കുഴപ്പമില്ല. അത് പക്ഷേ അതിൻ്റെ ഓർക്കസ്ട്രയൊക്കെ ഒരു ആദിവാസി പാട്ട് പോലത്തെ ആ ടോണല്ല, പക്ഷെ പാട്ട് ട്യൂൺ ഇത്രയേ ഉള്ളൂ. തേൻ വേണോ തേൻ വേണോ ரொம்ப சுத்தமான சத்தியமான തുമ്പി തേൻ വേണോ. സാധാരണ ഈ ഫോക്ക് ഡാൻസിന് കളിക്കുന്ന പാട്ടുകളാണ്. ചിലരൊക്കെ ഫോക്ക് ഡാൻസ് ആ പാട്ടെടുത്തിട്ട് ഡാൻസ് കളിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി പേര് ആ സമയം നാടകം വന്നിടയ്ക്ക് ഒരുപാട് പേര് ആ പാട്ടെടുത്ത് ഡാൻസ് ചെയ്യുമായിരുന്നു. ഈ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കർണാട്ടിക് മ്യൂസിക്കിനാണ് കിട്ടിയത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക്കിനല്ല, ശരിക്കും കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിദൂഷിക അങ്ങനെ ആയിട്ടല്ല തന്നെ. ആ തലമുറയിൽ, ഇപ്പം ഞങ്ങളുടെയൊക്കെ തലമുറയിലുള്ളവർക്ക് ഒരു പ്രോത്സാഹനം, അല്ലാണ്ട് ഞാൻ ഭയങ്കര കർണാട്ടിക്കിൽ അങ്ങേറ്റത്തെ വിദൂഷിക എന്നുള്ള രീതിയിലല്ല തന്നെ. അപ്പം നമ്മൾ അതിലേക്ക് നമ്മൾ കൂടുതൽ ഇങ്ങനെ എൻ്റെ തലമുറ തൊട്ടുള്ളവരൊക്കെ കൂടുതൽ വരണം എന്നുള്ളൊരു പ്രോത്സാഹനം പോലെ. അല്ല, അത് കിട്ടിയല്ലോ. അപ്പോൾ എന്തായാലും ഒരു അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അത് ടീച്ചർക്ക് കിട്ടിയതിൽ ഞങ്ങളുടെ വളരെയധികം അഭിനന്ദനങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ പല അവാർഡുകളും, അതായത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ദൂരദർശനിൽ പാടിയ ലളിതഗാനങ്ങൾ പാടിയിട്ട് മിനി സ്ക്രീൻ അവാർഡ് ഉണ്ടായിരുന്നു. അതും ഫീമെയിൽ എനിക്ക്, മെയില് അന്ന് MG ശ്രീകുമാറിന് പുള്ളിക്കുമാണ് കിട്ടിയത്. അങ്ങനെ പിന്നെ വയലാർ രാമവർമ്മ അവാർഡുണ്ട്. അങ്ങനെ കുറേ നാടക പാട്ടുകൾക്ക് തന്നെ കുറേ സംഘടനകളുണ്ടല്ലോ, ഓരോ ടാസ് ഇങ്ങനെ ചെയ്യുന്നു, കോമ്പറ്റീഷൻ, അങ്ങനെ ഒരുപാട് കുറേ നല്ല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡാണ്.
അത് പിന്നെ സംഗീത നാടക അക്കാദമി ഗോൾഡ് മെഡൽ, ക്ലാസിക്കലിൻ്റെ അവാർഡ്, പിന്നെ ദൂരദർശൻ അവാർഡ്, അങ്ങനെ പല ഗാനമേളകളിലും പങ്കെടുത്തിട്ടുള്ളതാണ്. ഗാനമേളക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിൽ തട്ടിയാണ് സംഭവിച്ചതിരിക്കാൻ സാധിക്കും? ഇല്ല, ഗാനമേളയ്ക്ക് പോയിട്ട് നമുക്കങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ആർട്ടിസ്റ്റിന് എന്തെങ്കിലും ഒരു അസുഖം വരികയെ, പെട്ടെന്ന് ആ ഗാനമേളയ്ക്ക് എന്തെങ്കിലും തടസ്സം വരികയെ, അങ്ങനെയുള്ള സംഭവങ്ങൾ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് കൂടാതെ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ, ഈ കോട്ടയം പോകുന്ന ആ വഴിക്കാണ് ഒരു പള്ളിയിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് കോറസിൻ്റെ ഗാനമേളയാണ്. അപ്പം പിന്നെ ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്നുള്ള പാട്ട് ലാസ്റ്റ് പാടി അതാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ പാട്ട് ഇങ്ങനെ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ 2-3 പേര് ഫ്രണ്ടിൽ വന്ന്, ഞങ്ങളെ പറ്റിക്കൊന്നും വേണ്ട, നിങ്ങൾ ട്രാക്ക് ഇട്ടിട്ട് നിങ്ങൾ പാടുവാണ്, അതായത് റെക്കോർഡ് പോലെ എന്നുള്ള രീതിയിൽ. അപ്പം മെയിൻ പാടിയ വില്യംസ് പറഞ്ഞു, ഞങ്ങളെല്ലാം ഇങ്ങനെ വല്ലാണ്ടായി. കാരണം പറഞ്ഞു, നിങ്ങൾ നിർത്തിയേ, നിങ്ങൾ ഇത് റെക്കോർഡ് ഇട്ടിട്ട് നിങ്ങൾ ലിപ്പ് ചുണ്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം വില്യംസൊക്കെ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ കറക്റ്റ് തന്നെ പാടുകയാണ്, പക്ഷെ അത്രയ്ക്ക് പെർഫെക്ഷനോട് കൂടിയാണ് നമ്മൾ പ്രാക്ടീസ്. ഒരു ഗാനമേള വരുമ്പോൾ അതിനുമുമ്പ് അന്ന് കോറസിൻ്റെ റിഹേഴ്സലൊക്കെ ചുള്ളിക്കലാണ്. ആഴ്ച ഒരു 2-3 ദിവസമെങ്കിലും ഗാനമേളയുടെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഒരു ഫിലിം സോങ് എടുത്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരുടെ വിചാരം നമ്മളെന്തോ പറ്റിക്കുകയാണ് എന്നുള്ളൊരു, അങ്ങനെ അല്ലാതെ ഒരു വിഷമസ്ഥിതി. ഐ എം എ ഡിസ്കോ ഡാൻസർ ഇറങ്ങിയത് 10-25 വർഷമായിട്ടുണ്ടാവണം. ആയിട്ടുണ്ടാവണം. അതായത് ഞാൻ ചോദിക്കാൻ കാര്യം, ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ സംഗീതജ്ഞന്മാർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ അത് പല വേദികളിലും റെക്കോർഡ് ചെയ്ത് ലിപ് മൂവ്മെന്റിൽ പ്രോഗ്രാംസ് ഇവിടെ നടത്തി വരുന്നുണ്ട്. പല സെലിബ്രിറ്റികളുടെ പേരാണ്, ഞാൻ പേര് ആരും പറയുന്നില്ല. പക്ഷെ ആ ഒരു സിസ്റ്റം മുമ്പോട്ട് പോയാൽ സംഗീത ലോകം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങളൊക്കെ പാടുമ്പോൾ ഈ പറഞ്ഞല്ലോ, ഒരാഴ്ച ഒരു 2-3-4 ദിവസം പ്രാക്ടീസ് ഉണ്ടാവും. അങ്ങനെ ഗാനമേള സ്റ്റേജിൽ ഞങ്ങൾ മരിച്ചാണ് പാടുന്നത്. അല്ലാണ്ട് നമ്മൾക്ക് ഇങ്ങനെ ട്രാക്കിട്ട് ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്, ഇങ്ങനെ അങ്ങനെ പാടുന്നു ഇങ്ങനെ പാടുന്നു. ഞങ്ങളൊരിക്കൽ അമേരിക്കയിൽ ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ വേറെ ആരുടെ ഒരു പ്രോഗ്രാം അവിടെ ടി വിയിൽ ഇട്ടേക്കാം, അവർ റെക്കോർഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അവിടെ ഇരുന്നിങ്ങനെ ആൾക്കാർ വിമർശനം പോലെ പറയുന്നുണ്ട്, അതെല്ലാം ചുമ്മാ ലിപ്പാണ്, റെക്കോർഡാണ് അവരിട്ടേക്കുന്നത്. പക്ഷെ നമുക്കന്നൊന്നും ഞാൻ പറഞ്ഞേ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം നമ്മൾ നമ്മുടെ അനുഭവം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ അന്നോട്ടേ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ നടത്തുന്ന ഗാനമേളകൾ ശരിക്കും കലാലോകത്ത് ഒരു നാശത്തിലേക്ക് പോകുന്ന ഒരു രീതിയല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്? അതിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഗായകരോ ഗായകന്മാരോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വലിയ വലിയ ആൾക്കാർക്ക് അവരെന്ത് ചെയ്താലും അതിനെ ആസ്വദിക്കാനും പുകഴ്ത്താനും പാടി ആ സമയം കഷ്ടപ്പെട്ട് മരിച്ച് പാടി വരുന്നവർക്ക് ആ വില കിട്ടത്തില്ല. പക്ഷേ വലിയ വലിയ ആൾക്കാർ അതെന്ത് ചെയ്താലും അത് ഒറിജിനലാണ് അല്ലെ കറക്റ്റാണ് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ നമ്മളൊക്കെ വളരെ ഈ ഫീൽഡിൽ നമ്മൾ ആരാണെന്നോ ഒന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈശ്വരനാണ്, പ്രേക്ഷകരും ഈശ്വരനാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ആരുമല്ല. അപ്പം നമുക്കൊക്കെ ഒന്നും പറയാൻ വോയിസ് ഇല്ല. കാരണം അതൊക്കെ അങ്ങനെ ഒരു വഴിയേ നടക്കും, കഷ്ടപ്പെട്ട് പാടുന്നവർ വേറൊരു വഴിയേ നടക്കും. ഓപ്പൺ ചെയ്താൽ കാണുന്നത് സംഗീതം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സംഗീതത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ സമൂഹത്തിന് വളരെ മികവായിക്കൊണ്ടിരിക്കണം. അതെ അതെ. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്ലസ് ഇട്ട് ഗാനമേളകൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ സമൂഹം തന്നെ പ്രതികരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, സമൂഹം പ്രതികരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആൾക്കാരുടെ ആ വാല്യൂ വെച്ചിട്ട് അവരധികം ഒന്നും അങ്ങനെ മുമ്പോട്ട് വരുന്നില്ല. ടീച്ചറിന്റെ ഫാമിലിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ. സംഗീത ലോകത്ത് നിലനിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സംഗീതം പഠിച്ച വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? അതെല്ലാം ഒന്ന് പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. എൻ്റെ ഫാമിലി മൊത്തം കലാകുടുംബം തന്നെയാണ്. അതായത് എൻ്റെ അമ്മ തൊട്ട് അമ്മയുടെ അച്ഛൻ തൊട്ട് പിന്നെ ഞങ്ങൾ 3 പേരാണ്. എൻ്റെ താഴെ എൻ്റെ ബ്രദർ, എല്ലാവർക്കും അറിയാം, MG അനിൽ, അവൻ വീണയും ഗിറ്റാറിസ്റ്റുമാണ്. പിന്നെ എൻ്റെ മകൾ സ്മിത. പിന്നെ അതിലുപരി പറയേണ്ടത് എൻ്റെ മരുമകൻ ദീപക് ദേവാണ്. ദീപക് ദേവിൻ്റെ 2 മക്കളും, അതായത് എൻ്റെ 2 കൊച്ചുമക്കളും ഈ ഫീൽഡിൽ തന്നെയുണ്ട്.
അതായത് മൂത്ത ആൾ പാടിയ പാട്ടാണ് ദേവിക ദീപക് ദേവ്, അവൾ പാടിയതാണ് ഐ ലവ് യു മമ്മി. രണ്ടാമത്തെ ആള് പല്ലവി ദീപക് ദേവ്, അവൾ പാടിയത് ആദം ജോണിൽ ഫസ്റ്റ് ഒരു പ്രയർ ഉണ്ട്, ഇംഗ്ലീഷ് പ്രയർ, അതും ആ കുട്ടിക്ക് ഡബ് ചെയ്തതും പല്ലവിയാണ്. അങ്ങനെ മൊത്തം. പിന്നെ എൻ്റെ സിസ്റ്റർ എല്ലാവർക്കും അറിയാം, സീമാജി നായർ, അവൾ ആക്ട്രസ്സാണ്, പാട്ടുകാരിയാണ്. ഈയിടെ ഒരു ക്രിസ്ത്യൻ ഡിവോഷനിൽ നന്നായിട്ട് അവൾ പാടിയിരുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അവൾ മ്യൂസിക് കോളേജിൽ വയലിനാണ് പഠിച്ചത്, 3 വർഷം പഠിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് അത് പിന്നെ നാടകത്തിലേക്ക് അങ്ങനെ ഒരു ബൈ ചാൻസിന് വന്നതാണ്. അങ്ങനെ മൊത്തം കുടുംബം തന്നെയാണ് ഞങ്ങളുടെ. ടീച്ചർ ഏതെങ്കിലും സംഗീതം നൽകിയിട്ടുണ്ട്? ഒരു തളിയിൽ മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് ഒരു പിറവമെടുത്തൊരു ക്ഷേത്രമുണ്ട്, അല്ലല്ല അമ്പലത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി, അതിന് ഞാൻ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. കുറച്ചു കാലമായിട്ട് ടീച്ചറെ വേദികളിലൊന്നും കാണാറില്ല. വേറെ എന്തെങ്കിലും സംഗീതപരമായിട്ടുള്ള പരിപാടികളിലൂടെ മാറിപ്പോയതാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജ് പ്രോഗ്രാം അവോയ്ഡ് ചെയ്ത് നിലനിർത്തുകയാണോ? ഇല്ല, ഒരിക്കലും ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് സ്റ്റേജ് പ്രോഗ്രാം അവോയ്ഡ് ചെയ്യില്ല. ഇപ്പോൾ ഞാൻ കൂടുതലും ഗാനമേളകളാണ് ചെയ്തുകൊണ്ടിരുന്നത്, വിദേശത്തും സ്വദേശത്തും ഒക്കെ. അന്നൊക്കെ പാട്ടിനായിരുന്നു പ്രാധാന്യം. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമ്മൾ ഡാൻസ് ചെയ്യണം. ഈ ഏജിലൊന്നും എനിക്കത് ഡാൻസ് വരില്ല, ഒരിക്കലും വരില്ല. എനിക്ക് അഭിനയിക്കാൻ പോലും പറ്റത്തില്ല. എൻ്റെ അമ്മയോട് പലരും ചോദിച്ചിട്ടുണ്ട്, മോൾ അഭിനയിക്കുമോ? അതെനിക്ക് ഒരിക്കലും വരത്തില്ല. അപ്പോൾ ഇപ്പം നമ്മളൊരു ഗാനമേളയ്ക്ക് പണ്ടത്തെ ട്രെൻഡ് അല്ലല്ലോ ഗാനമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാരെ ഇളക്കി മറിക്കുക എന്നുള്ള അതെനിക്ക് അറിയില്ല. പണ്ട് എൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, മോനെ നീ പാടുമ്പോൾ ഒത്തിരി ഒന്ന് മൂമെൻറ്റ്സൊക്കെ നീ എന്നാ അമ്മ പറയുന്നൊരു വാക്കുമുണ്ട്, വ്യാകുല മാതാവിൻ്റെ മാതിരി മോള് നിന്ന് പാടുന്നത് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ജാനകി അമ്മയോ ഈ ചുണ്ട് മാത്രമേ അമ്മയുടെ അനങ്ങുള്ളൂ. ശബ്ദം അതെ, പാട്ടിനായിരുന്നു ഇമ്പോർട്ടൻസ്. അത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഡാൻസിലേക്കൊക്കെ വന്ന സമയത്ത് ഒരു പ്രോഗ്രാമിന് ഒരു പാർട്ടി ദുബായിലൊരു പരിപാടിക്ക് വിളിക്കാൻ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ ഞങ്ങളുടെ പരിപാടിക്ക് ഇങ്ങനെ ഒരാളാണ് വന്നത്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, അവർ ഡാൻസൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് കത്തി. ഞാൻ പറഞ്ഞു, അയ്യോ ഡാൻസ് എന്നുള്ളൊരു രീതിയിലാണ് എന്നെ വിളിക്കുകയേ വേണ്ട കേട്ടോ, ഞാൻ വരത്തില്ല, എനിക്കത് വരില്ല. പിന്നെ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് നിങ്ങളുടെ പൈസ മേടിച്ചിട്ട് ഒരിക്കലും പറ്റില്ല. അല്ല, ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ് മൂവ്മെൻറ്റ്സ്. ഞാൻ പറഞ്ഞു, എനിക്ക് മൂവ്മെൻറ്റ്സേ വരില്ല, ഞാൻ പാടാൻ നിന്ന് പാടും, അല്ലാതെ അങ്ങോട്ട് തിരിയുക ഇങ്ങോട്ട് തിരിയുക അനങ്ങുക അതൊന്നും പറ്റില്ല കേട്ടോ എന്ന് പറയും. പിന്നെ ഞാൻ ഗാനമേളയിൽ നിന്ന് വിട്ടു നിന്നതല്ല, ഇപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ ഈ ഡാൻസ് എന്നുള്ളൊക്കെ ഒരു ഇത്, പിന്നെ ഗാനമേളകൾ പൊതുവെ കുറച്ച് കുറവായി. അപ്പം ഞാൻ കുറച്ചൊരു ഡിവോഷണൽ ഇതിലേക്ക് മാറി. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം പൂന്താനം തിരുമേനിയുടെ ഭക്തിസാന്ദ്രമായ ജ്ഞാനപ്പാനാമൃതം എന്ന ഒരു ടൈറ്റിലിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുന്നിടത്തൊക്കെ ഭയങ്കര അല്ല. അപ്പോൾ അതായത് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്താണെന്നറിയില്ല. പൂന്താനം തിരുമേനി ഇന്നത്തെ കാലഘട്ടം അത് അന്നേ മനസ്സിൽ കണ്ട് എഴുതിയ ഒരു കവിതകളാണ്. എല്ലാവർക്കും ഗുരുവായൂർ അമ്പലത്തിൽ ഇന്നും ആദ്യം വെക്കുന്ന ആ പാട്ടാണ്, പീലിയിൽ ചേച്ചി പാടിയതാണ്. അപ്പം ഞാനിപ്പോൾ അതെൻ്റെ ഒരു സുഹൃത്ത് വഴി എൻ്റെ ബാനറിൽ അവർ ചെയ്യാനിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അത് ലാസ്റ്റ് മൂമെൻറ്റിൽ അവർക്ക് എന്തോ പൈസയുടെ പ്രശ്നമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിത് പഠിക്കുകയും ചെയ്തു. ഇത് വലിയൊരു രാഗമാലികയാണ്, റെക്കോർഡ് ടൈം തന്നെ 45 മിനിറ്റ് ഉണ്ട്. അത് ഒറ്റയ്ക്ക് ഒരാൾ സ്റ്റേജിൽ പാടണം. അപ്പോൾ അത് ഞാൻ പഠിച്ചെല്ലാം കഴിഞ്ഞ് അവർക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സമയം വന്നപ്പോൾ ഞാനത് മുൻകൈ എടുത്ത് ഗുരുവായൂർ തന്നെ ഞാനത് ഒരു ഓണം നാളിൽ ഞാൻ അവതരിപ്പിച്ചു. 2018 തോന്നുന്നു ഞാനത് ചെയ്തു. പിന്നെ തന്നെ അത് കുറേ അമ്പലങ്ങളിൽ ചെയ്തു, ഫുൾ ഓർക്കസ്ട്ര വെച്ച് തന്നെ ചെയ്തു. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അമ്പലം കമ്മിറ്റിക്കാർക്ക് ഇങ്ങനെ പൈസ, ഇത്രയും പൈസ ഓർക്കസ്ട്ര നമ്മളൊരു വണ്ടിയൊക്കെ പോകുമ്പോൾ അതനുസരിച്ചുള്ള പേയ്മെൻറ്റ് വേണം, അത് കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓർക്കസ്ട്ര വെച്ച് തന്നെ ഞാൻ അതിൻ്റെ ട്രാക്ക് എടുത്തു. അതായത് ജ്ഞാനപ്പാന പ്രചരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. പിന്നെ കൃഷ്ണനെ കുറിച്ചിട്ട്, കൃഷ്ണന് പൂന്താനം തിരുമേനി എഴുതിയതാണ്, ഭഗവാന്റെ ഇതായിട്ട് എഴുതിയതാണ്. അത് പീലിയിൽ ചേച്ചിയാണ് ഒറിജിനലായിട്ട് പാടിയിട്ടുള്ളത്.
പക്ഷേ ഈ പ്രോഗ്രാം ആരും സ്റ്റേജിൽ അങ്ങനെ അവതരിപ്പിച്ച് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള ഒരു ഇത് വെച്ച് ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ഇപ്പോൾ അതിലാണ്. അത് മാത്രം 45 മിനിറ്റ് വരും. അത് ഒരു ഗണപതി സ്തുതിയും ദേവി സ്തുതിയൊക്കെ പാടിയിട്ടാണ് ഞാനിത് പാടുന്നത്. അപ്പോൾ ഒരു 45 മിനിറ്റ്. ഒറിജിനൽ റെക്കോർഡ് 42 മിനിറ്റ്സാണ്. പിന്നെ ഇതും കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടൈം. പിന്നെ ചില അമ്പലക്കാർ ബുക്ക് ചെയ്യാൻ പറയും കുറച്ച് ഡിവോഷണൽ സോങ്സ് കൂടെ വേണം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് അതിനു വേണ്ടി ഒരു 10 പാട്ടും കൂടി അതിൻ്റെ ട്രാക്കും കൂടി എടുത്തിട്ടുണ്ട്. അത് വേണം എന്നുള്ളിടത്ത് അതും കൂടി ഞാൻ പാടും. ഗുരുവായൂർ സമർപ്പിച്ച ജ്ഞാനപ്പാനയിലെ 2-3 വരികളൊന്ന്. ഗുരുനാഥൻ നരജന്മം സഫലമാക്കിയിടുവാൻ നരജന്മം സഫലമാക്കി. ഈ രീതിയിലാണ് 45 മിനിറ്റ് പാടുന്നത്. 45 മിനിറ്റ് ഒരു രാഗമാലികയാണ്. ഇങ്ങനെ രാഗങ്ങൾ മാറി 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 വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ചെയ്ത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വന്ന പ്രോഗ്രാംസ് എല്ലാം ക്യാൻസൽ ആയിപ്പോയി. ഇപ്പൊ വീണ്ടും പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ജ്ഞാനപ്പാന ആയതുകൊണ്ട് ഇപ്പോൾ അമ്പലങ്ങളിലാണെങ്കിൽ ദീപാരാധന കഴിഞ്ഞൊരു ടൈമുണ്ട്. ആ സമയത്താണ് ഈ പ്രോഗ്രാം എല്ലായിടത്തും നടത്തുന്നത്. ഇപ്പം അങ്ങനെ ഇപ്പോൾ അടുത്ത പൊന്നുരുന്തിയിൽ കഴിഞ്ഞു. ഇനി അടുത്ത് തന്നെ തമ്മനം അനന്തപുരം കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുണ്ട്. ഫീമെയിൽ ഗായകരിൽ ഇഷ്ടപ്പെട്ട ഗായിക ആരാണ്? ഇഷ്ടപ്പെട്ട ഗായകരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെയുള്ള ഗായകരെല്ലാം ആരെ നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന എല്ലാവരും, ജാനകിയമ്മ, സുശീലാമ്മ, വാണി ജയറാം, വാണിയമ്മ, എല്ലാവരും. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. ഞങ്ങളൊന്നും പാടുമ്പോൾ അധികം ആൾക്കാരില്ല. ജാനകിയമ്മ, സുശീലാമ്മ, വാണിയമ്മ. പിന്നത്തെ തലമുറ വന്നപ്പോഴത്തേക്കിനും ചിത്ര, സുജാത അങ്ങനെയായി. അന്നും ഇവരെ തന്നെയായിരുന്നു കുറേ നാൾ. പക്ഷെ ഇപ്പോൾ ഇഷ്ടംപോലെ ഗായകരാണ്. വാണി ജയറാം, വാണിയമ്മ. ഇവര് 3 പേരിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഒരു പാട്ട് ഒരു 4 പേര് പാടാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം ഗോൾഡ് മെഡൽ കിട്ടിയത് സുശീലാമ്മയുടെ പാട്ടിന്, ഒരു തമിഴ് പാട്ടിന്. അത് പാടാം. അത് 4 വരി പാടാം. ഉന്നെ കാണാതെ കണ്ണും കണ്ണല്ല, ഉന്നെ എണ്ണാതെ നെഞ്ചും നെഞ്ചല്ല, നീ சொல்லாതെ சொல்லும் சொல்லല്ല, നീ ഇല്ലാமல் நானும் நானில்ல, നീ ഇല്ലാமல் நானும் நானில்ல, ഉന്നെ കാണാതെ കണ്ണും കണ്ണല്ല, ഉന്നെ എണ്ണാതെ നെഞ്ചും നെഞ്ചല്ല, നീ சொல்லாതെ சொல்லும் சொல்லല്ല, നീ ഇല്ലാமல் நானும் நானில்ல, നീ ഇല്ലാமல் நானுം നാനില്ല. സംഗീതം പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏകദേശം ഒരു ദിവസം എത്ര സമയം സംഗീതത്തിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? വളരെ ചെറുപ്പകാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പാട്ട് തന്നെയാണ്. കാരണം വെളുപ്പിന് 4:30 തുടങ്ങിയ 6:30 വരെ പാടണമെന്ന് അച്ഛന് നിർബന്ധമാണ്. സ്കൂൾ വിട്ട് വരുമ്പം ഞാൻ പറഞ്ഞല്ലോ അമ്മ കഥാപ്രസംഗം. അപ്പോൾ അമ്മയുടെ കഥയുടെ പാട്ട് ട്യൂൺ ചെയ്യാനും ഒക്കെ വീട്ടിലിങ്ങനെ ഏത് സമയവും തബല വായിക്കുന്നവർ അല്ലെങ്കിൽ ഹാർമോണിയം
അന്ന് ഹാർമോണിയമാണ്, ഹാർമോണിയം വായിക്കുന്നവർ, വയലിൻ, ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവരാണ്. അവരെല്ലാവരും വൈകുന്നേരം കൂടിക്കഴിഞ്ഞാൽ അമ്മയുടെ കഥയുടെ പാട്ടിൻ്റെ കമ്പോസിങ്ങും കഴിയുമ്പോൾ ഞാനും ഇരിക്കും, അമ്മയും ഇരിക്കും, ഞങ്ങൾ പാടും. അത് കഴിഞ്ഞാൽ പിന്നെ ഗാനമേള പ്രാക്ടീസാണ്. ഇന്ന് നമ്മൾ നൊട്ടേഷനൊക്കെ എഴുതിയാണല്ലോ പ്രാക്ടീസ്. അന്ന് സിനിമാ പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പാടും, പക്ഷെ അതിൻ്റെ കറക്റ്റ് ബിറ്റായിരിക്കുമല്ലോ ബാക്ക്ഗ്രൗണ്ട്. അവർക്കിഷ്ടമുള്ളതാണ് വായിക്കുക. പക്ഷെ അത് കൊണ്ട് നിർത്തി തരും. ഞാൻ പാട്ട് കറക്റ്റായിട്ട് പഠിക്കും. കാരണം അന്ന് പാട്ട് പഠിക്കാൻ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പം ആരുടെയെല്ലാം റേഡിയോ എന്നൊക്കെ വരുന്ന കേട്ട്, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു കടയുണ്ട്, അപ്പോൾ അന്ന് രഞ്ജിനി എന്നൊക്കെ പറഞ്ഞൊരു 1 മണിക്കൂർ പാട്ടുണ്ടല്ലോ രാത്രിയൊക്കെ, അതെല്ലാം പോയി നിന്ന് കേട്ടാണ് ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഗാനമേളയുടെ പ്രാക്ടീസായി. അച്ഛന് പാട്ടിങ്ങനെ കേട്ടാൽ മതി, ഞാൻ എപ്പോഴും പാടുന്ന കേട്ടാൽ മതി, അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ വിട്ടു വന്നു കഴിഞ്ഞാൽ സ്കൂളിലെ കാര്യം കൂടുതൽ ചെയ്യുന്ന പാട്ടാണ്, ഗാനമേളയായിട്ടും കഥാപ്രസംഗത്തിൻ്റെ പാട്ടായിട്ടായാലും അങ്ങനെ. ഇന്നും സംഗീതം നിലനിർത്തിക്കൊണ്ടുപോകുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, പ്രോഗ്രാം ചെയ്യുന്നു. നാളെ എന്ത് സംഗീതത്തിൽ നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പ് മനസ്സിലുണ്ട്? സംഗീതം ഞാനൊരിക്കലും എൻ്റെ കലയെ തള്ളി പറയില്ല. കാരണം സംഗീതത്തിൽ നിന്ന് തന്നെയാണ് ഞാനെല്ലാം നേടിയത്. സംഗീതം തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതം നന്നായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത്. നാളെയും ഞാൻ സംഗീതം കൊണ്ട് തന്നെ ഞാൻ ജീവിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്കൊരു ശ്വാസം ഉണ്ടെങ്കിൽ, ശ്വാസം എടുക്കാൻ പറ്റുമെങ്കിൽ അത് ആ സംഗീതത്തോടുകൂടി തന്നെ ചെയ്തോളൂ. ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കുട്ടി 5ാമത്തെ വയസ്സിൽ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ ചേരുന്നു. അവന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ, അവനെങ്ങനെ പഠിച്ചാൽ അവനൊരു കലാകാരനാകും, അവനൊരു സിംഗറാകും എന്നുള്ള ഒരു വ്യക്തത ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമോ? അതെങ്ങനെ, ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ LKG മുതലുള്ള കുട്ടികൾ വരുന്നുണ്ട്. അതിൽ ചില LKG കുട്ടികൾ നല്ല ടാലൻറ്റഡാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ശ്രുതി സാന്ന് കൊടുത്താൽ അവൻ കറക്റ്റായിട്ട് പാടും. അതേസമയം വേറെ ചില കുട്ടികളുണ്ട് നമ്മൾ എങ്ങനെ പാടിയാലും കിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് അത് പിന്നെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഒരു 2 മാസം 3 മാസമൊക്കെ നോക്കും. അത് ഞാൻ പറയാൻ കാരണം, ഇതുപോലെ ആദ്യം എൻ്റെ അടുത്ത് 2 കുട്ടികൾ പഠിക്കാൻ വന്നു. അപ്പം ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും സാപ്പാസ മര്യാദയ്ക്ക് അത് കിട്ടുന്നില്ല. കുറേ പാടിക്കൊടുത്തിട്ടൊന്നും ശരിയായില്ല. അവസാനം ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ചും കൂടി കുട്ടിയായിട്ട് നമുക്ക് നോക്കാം. അപ്പം ഞാൻ നമ്മുടെ സംഗീത ഭാഷ പറയുന്നത് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ലല്ലോ, അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം. പക്ഷേ എൻ്റെ അമ്മ എപ്പോഴും പറയും, മിസ്സ് ഒന്നുകൂടെ നോക്കും, മിസ്സ് ഒന്നുകൂടെ നോക്കും മിസ്സ്. അവർക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ശരി എന്നാൽ വീട് ഞാൻ നോക്കട്ടെ, ഞാൻ മാക്സിമം. കാരണം അവരുടെ ആഗ്രഹം കണ്ടപ്പം നമ്മളും കലാകാരി ആയതുകൊണ്ട് നമുക്ക് അവരുടെ ആഗ്രഹം മനസ്സിലാവും. ശരി വീടെന്ന് പറഞ്ഞു. അവസാനം ഈ കുട്ടിയെ ഞാൻ പഠിപ്പിച്ച് ഞാൻ എടുത്തു എന്നുള്ളതാണ്. അരങ്ങേറ്റം നടത്തിയപ്പം അതിലൊരു കൊച്ചിന് കുറച്ചൊരു ലൈറ്റ് മ്യൂസിക്കിൻ്റെ ആ ഒരു സ്റ്റൈലാണ്. ഇളയ കൊച്ച് അവൾക്കാണ് ചെറുതിൽ തീരെ ഒട്ടും കിട്ടാതിരുന്നത്. അത് അവളൊരു പക്ക ക്ലാസിക്കൽ കച്ചേരി നടത്തുന്ന പോലത്തെ സ്റ്റൈലിലാണ് ഇപ്പോൾ പാടുന്നത്. അത് നന്നായിട്ട്. പിന്നെ ചില കുട്ടികൾക്ക് ബൈ ബർത്ത് തന്നെ ആ ഒരു ടാലൻ്റ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എത്ര ചെറുതായാലും അവരെ പഠിപ്പിച്ചിരുന്നു. ചിലവർ വരും, മിസ്സേ 3 വയസ്സായുള്ളൂ ഒന്ന് പഠിപ്പിക്കാൻ. അയ്യോ അവർക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ പാടിക്കൊടുത്ത് കൊച്ചൻ്റെ കൂടെ പാടും. അതല്ല ഇപ്പോഴത്തെ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അടുത്ത 2 മാസത്തിനുള്ളിൽ സ്റ്റേജിൽ കയറി പിള്ളേർ പാടണം എന്നുള്ളൊരു അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, അയ്യോ അത് വേണ്ട, കുറച്ച് കഴിയട്ടെ. ഒരു 5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവനിൽ കഴിവുണ്ടെങ്കിൽ നമ്മൾ ആ ശ്രുതി പിടിക്കുമ്പോൾ തന്നെ അറിയാം അവന് പറ്റുമെന്ന്. അങ്ങനെ സാപ്പാസ ശ്രുതി ശുദ്ധമായിട്ട് ആ കൊച്ച് പാടുമെങ്കിൽ ഞാൻ അതിനെ പഠിപ്പിച്ചെടുക്കും. ചിലർ പേരൻസിൻ്റെ ഇഷ്ടത്തിന് വരുന്നവരുണ്ട്. ചില കുട്ടികൾ അങ്ങനെയാണ് വരുന്നത്, അമ്മ പറഞ്ഞു പാട്ട് പഠിക്കാൻ, അങ്ങനെ അച്ഛൻ പറഞ്ഞു, അങ്ങനെ. ഞാനൊന്നും അങ്ങനെയല്ല. ഞാൻ പാടണം ഇപ്പോഴും ആർത്തിയാണ് പാടാൻ, ഇപ്പോഴും നമ്മളുടെ ആഗ്രഹം. അപ്പോൾ പലരും ചോദിക്കും, ടീച്ചർ അതെന്നാ അങ്ങനെ ട്രൈ ചെയ്യാത്ത, ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, അതെ ഈശ്വരൻ വിധിച്ചത് എനിക്ക് തരും അല്ലേ, ഞാനൊന്നിനും പുറകെ പോയിട്ട് കാര്യമില്ല. കിട്ടുവാണെങ്കിൽ കിട്ടും. ഇപ്പോഴും നമുക്ക് ആർത്തിയാണ്, സംഗീതം പഠിക്കണം, അല്ലെ അവതരിപ്പിക്കണം, സ്റ്റേജിൽ ഇനിയും പാടണം, പണ്ട് പാടി നടന്ന പോലെ നടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് പറയാം അതിനൊരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ പുതിയ ഒത്തിരി കഴിവുള്ള കുട്ടികൾ കയറി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊക്കെ കുറച്ച് വഴിമാറി നിൽക്കുക, നമ്മൾ വേറെ റൂട്ട് തിരഞ്ഞെടുക്കുക. അങ്ങനെയാണിപ്പോൾ ഞാനപ്പാന ഒക്കെ അതിലേക്ക് നമ്മളും അങ്ങനെ റൂട്ട് തിരിഞ്ഞു പോകുന്നത്. പക്ഷേ എങ്കിലും
ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം വിട്ടിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അവിടെ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എത്തുമോന്നറിയില്ല. അല്ല, ഇത്രയും സംഗീതത്തിൽ ഇത്രയും കാലം പിടിച്ചു നിന്നു, അവാർഡുകൾ കിട്ടി, ഇനിയും മറ്റുള്ള ആഗ്രഹങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഉയർന്ന ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും. നമ്മളിപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വീണ്ടും ഉയരത്തിലേക്ക് എത്തണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ ആത്മാർത്ഥമായ പ്രയത്നം കൊണ്ട് നടക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. അത് നടക്കും, അത് നടത്തപ്പെടും. വാക്ക് പൊന്നാവട്ടെ. നമ്മൾ അവാർഡുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കും ഇപ്പം നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകും അല്ലേ, പോയി കഴിഞ്ഞാലും ഇന്ന ആള് പാടിയ പാട്ടാ എന്ന് പറഞ്ഞ് കേൾക്കാൻ ഒരു അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഇപ്പൊ കുറച്ച് പാട്ടുകൾ നന്നായിട്ട് പാടണം എന്നുണ്ട്. ഇനി ഏതായാലും അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി, അതായത് ഇനിയും അങ്ങനെ ഒരു സിനിമാ ഫീൽഡിലേക്ക് പോയി നമുക്ക് ഇഷ്ടപ്പെട്ട സമൂഹം അറിയുന്ന രീതിയിലുള്ള 2-3 പാട്ടുകൾ പാടി തെളിയാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആശംസ പൊന്നാവട്ടെ. കാരണം സിനിമയിൽ ഇപ്പോൾ കുറേ വേറെ നല്ല കുറച്ച് പാട്ട്. ആദ്യം ഞാൻ പാടിയത് രവീന്ദ്ര മാസ്റ്ററിൻ്റെ പാട്ടാണ്. ആ പാട്ട് പാടിക്കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അടുത്ത് രവീന്ദ്ര മാഷ് പറഞ്ഞായിരുന്നു, കുട്ടി മദ്രാസിന് വാ. 84-ലാണ് ഞാൻ പാടുന്നത് തരങ്കണിയിൽ. ദാസേട്ടൻ അതിൽ 2 പാട്ട്, ഞാനൊരു പാട്ട്. ആ തരങ്കണിയിൽ തന്നെയായിരുന്നു റെക്കോർഡിങ്. അന്ന് രവീന്ദ്ര മാഷ് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ ജോലിയുണ്ട് എനിക്ക് സ്കൂളിൽ, കുട്ടികൾ ചെറുതായിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ ജോലിയും എൻ്റെ ജോലിയും എല്ലാം കളഞ്ഞു പോകണം. അപ്പം എങ്ങനെയാവും എന്നുള്ളൊരു ടെൻഷൻ, അങ്ങനെ ഞാൻ പോയില്ല. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അന്ന് അങ്ങനെ പോയിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിൽ വന്നേനെ. വരുവാണെങ്കിൽ വരട്ടെ. അപ്പം ഇപ്പം എല്ലാവരും ചോദിക്കും അതങ്ങനെ ആൾക്കാരുണ്ടല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷെ അത് ശരിയല്ലല്ലോ, നമ്മളൊരു അവരെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെയൊന്നും. ഞാനും ഒരു കലാകാരനാണ് എന്ന ഇന്റർവ്യൂ ഡെസ്കിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി കലാജീവിതം എന്താണ് എന്ന് വിശദീകരിച്ച ശ്രീമതി രേണുക ഗിരിജന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഭാവിയിൽ ഒരു പിന്നണി ഗായിക എന്ന നിലയിൽ ഓൾറെഡി പിന്നണി ഗായിക ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ സമൂഹം അറിയപ്പെടുന്ന നല്ല നല്ല ഗാനങ്ങൾ നല്ല നല്ല സംഗീത സംവിധായകരുടെ നേതൃത്വത്തിൽ പാടി തെളിയാനുള്ള ഒരു ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 2 വാക്ക് പ്രേക്ഷകരോട് ടീച്ചറിന് പറയാം. ഞാനും കലാകാരനാണ് എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിലും നിങ്ങളുമായിട്ട് കുറേ സമയം ചെലവഴിക്കാൻ സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. ഇപ്പം മിസ്റ്റർ മമ്മൂട്ടി പറഞ്ഞ പോലെ ഈ എല്ലാ കലാകാർക്കും ആർക്കും കല മതി അല്ല എനിക്ക് മതിയായി എന്ന് ഒരു കലാകാരനും പറയില്ല. കാരണം എൻ്റെ അമ്മ തന്നെ പറയായിരുന്നു, എനിക്ക് അഭിനയിച്ച് മരിച്ചാൽ മതി, സ്റ്റേജിൽ വീണ് മരിച്ചാൽ എനിക്ക് അത്രയും സന്തോഷം. അങ്ങനെ എല്ലാ കലാകാരുടെയും മനസ്സിൽ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ മരിച്ചു പോയാൽ അത് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അപ്പം മിസ്റ്റർ മമ്മൂട്ടി പറഞ്ഞ പോലെ എല്ലാം ആഗ്രഹങ്ങളാണ്, നടക്കുമെന്നറിയില്ല. എങ്കിലും പറഞ്ഞ വാക്ക് ഫലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനും ഒരു കലാകാരനാണ് എന്ന ഇന്റർവ്യൂ ഡെസ്കിലേക്ക് മറ്റൊരു കലാകാരനുമായി വീണ്ടും കാണാം. അതുവരെ